Hello guys, welcome to Castroller മൂവി മീഡിയ. അണ്ണ വരാറ് വഴിവിട് അഥവാ വിജയിൻ്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമ കണ്ടിരിക്കുകയാണ്. പടത്തിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. പടത്തിൽ വിജയ് അല്ലാതെ വേറെ ആർക്കും അഭിനയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മീനാക്ഷി ചൗധരി ഉണ്ട്, സ്നേഹയുണ്ട്, പ്രശാന്ത് ത്യാഗരാജൻ, ലൈല, പിന്നെ ആരാണ് പ്രഭുദേവ, പ്രേംഗി അമരൻ, വൈഭവ് റെഡ്ഡി, VTV ഗണേഷ്, യോഗി ബാബു, മോഹൻ ഒക്കെയാണ്. പിന്നെ ആരുള്ളത് ഒന്നുമല്ല, ജയറാമേട്ടൻ, വിജയകാന്ത്, ശിവകാർത്തികൻ. വിജയകാന്തും ശിവകാർത്തികനും കേമേഴ്സാണ്. ബാക്കി ഇവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം കണ്ടു ചോദിച്ചാൽ അപരാധ പടം, കാട്ടപരാധ പടം ബൈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭു ആണ്. കാട്ടപരാധം ബൈ വെങ്കട് പ്രഭു ആണ് ഈ പടം. പടത്തിലെ പെർഫോമൻസ് പോസിറ്റീവ്സ് ഫസ്റ്റ് പറയാം. ടൈറ്റിൽ കാർഡ് സൂപ്പർ, മ്യൂസിക് സൂപ്പർ, പാട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, BGM നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ ഈ സ്പാർക്ക് വിജയനെ കാണിക്കുന്നത് വരെ, മീൻസ് അവരുടെ ഒരു എൻട്രി സീൻ കാണിക്കുന്നത് വരെ പടം നല്ലതായിട്ടാണ് വന്നിരുന്നത്. പിന്നെ ഒരു സ്പാർക്ക് വിജയൻ്റെ എൻട്രി തൊട്ട് പടം പ്ലൈൻ ആയിപ്പോയി എന്നാണ് അത്ര പറയാനുള്ളത്. വേറെ പോസിറ്റീവ്സ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്പാർക്ക് വിജയ് വന്നപ്പോൾ തൊട്ട് നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സ്പാർക്ക് വിജയ് എൻ്റെ എൻട്രി തൊട്ട് പടം ശോകമാണ്. അതിനിടെ നല്ല സീൻസൊക്കെ ഉണ്ട്, കുറച്ച് നല്ല സീൻസൊക്കെ ഉണ്ട്. എന്നാലും അതിനെക്കുറിച്ചൊക്കെ പറയാം. പിന്നെ പോസിറ്റീവ്സ് പറയാനുള്ളത് ഇതാണ്, തിരുപ്പാച്ചിയുടെ റെഫറൻസസ് ഒക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മിഷൻ ഇമ്പോസിബിളിൻ്റെ റെഫറൻസ് വന്നത് എന്താണാവോ ഉദ്ദേശിച്ചത് മാതിരി. ആൻഡ് സ്റ്റോറി ഇന്ത്യൻ പ്ലസ് ജയിലർ പ്ലസ് സ്റ്റോറി ഇതാണ്. ഇന്ത്യനും ജയിലറും ലിയോയും കൂടി ഒരു ക്രോസ് ഓവർ വന്നാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് ഇത് സിനിമ. അത്രയ്ക്കും കാട്ടവരാതെ പടം. പടത്തിലെ പെർഫോമൻസസ് വെച്ച് നോക്കുകയാണെങ്കിൽ വിജയകാന്തിനെ മറ്റേ ഒരു സീൻ അത് കാണിക്കുന്നുണ്ട്, അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ശിവകാർത്തികൻ ആവറേജ് ക്യാമിയോ. പിന്നെ വയസ്സായിട്ടുള്ള മീൻസ് നായകൻ വിജയനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സ്പാർക്ക് വിജയാണ് പടത്തിലെ വില്ലൻ. ഞാൻ ചോദിച്ചു മോഹന ഡമ്മി പീസറേ, ക്ലൈമാക്സിൽ ഡമ്മി പീസായിരിക്കും. ലാസ്റ്റാണ് മനസ്സിലാണത് ഇവൻ വില്ലെന്ന്. എന്നടാ പണി വെച്ചിരിക്ക. എടാ ഡീപ്പ് ഒരു സാധനം ഇത് ചെയ്തിട്ടുണ്ട്, ഒരു ടെക്നോളജി സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് എൻ്റെ പേര് ഞാൻ മറന്നില്ല. DAGing ടെക്നോളജി. ആ സംഭവത്തെ എന്താണെന്നും പഠിക്കാതെയാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ വെങ്കട് പ്രഭു. എന്നടാ പണി വെച്ചിരിക്കുക. മാധവമധുരയിൽ പോയി കണ്ടത് ഒരു 3 മണിക്കോ എന്തോ ആണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ഞാനിപ്പോൾ എത്തി. ഇപ്പം റിവ്യൂ രസം അറിയുക, റിവ്യൂക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കണത്. അത്രയും കഷ്ടകാലമാണ് ഈ പടം. എന്തിനെ ഇളക്കി വെച്ചിരിക്കണാണാവോ. ഈ സെക്കൻഡ് പാർട്ട് ഉണ്ടോ സംശയമുണ്ട്. 3 മണിക്കൂർ ഉണ്ട് സംശയമുണ്ട്. എൻ്റെ കൂടെ 3 മണിക്കൂർ 3 മിനിറ്റ് ദൈർഘ്യം. എന്തിനാണോ ആവോ. പോയി സാമ്പാറുണ്ടാക്കുക. അതുകൊണ്ട് ഇത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ബഡ്ജറ്റ്, അതാണ് എനിക്ക് ദേഷ്യം കയറിയത്. കാരണം 400 കോടി, എത്ര 400 കോടി 400 crores ബഡ്ജറ്റ് ഉള്ള പടം. അവഞ്ചേഴ്സിൻ്റെ VFX ഗ്രൂപ്പ് അവരൊക്കെ എന്ത് കാണിച്ചിട്ടാണ് ഒരു പിടിയും കിട്ടണില്ല. പാട്ടിലൊക്കെ VFX നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സീൻസിൽ ഇറ്റ്സ് നോട്ട് വർണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, സ്പാർക്ക് വിജയൻ്റെ എൻട്രി തൊട്ട് എല്ലാം താറുമാറായി കിടക്കുകയായിരുന്നു. പടം താറുമാറായിപ്പോയി. പിന്നെ പാട്ടുകൾ ഞാൻ പറഞ്ഞില്ല, പാട്ടുകൾ BGM ടൈറ്റിൽ കാർഡ് റെഫറൻസസ് മീൻസ് പഴയ ഓരോ പടത്തിൽ ഇങ്ങനെ റെഫറൻസ്. പിന്നെ മറ്റേ ബിഗില്ല മറ്റേ ബൈക്കിൽ ഇങ്ങനെ
വിജയ് ബൈക്ക് ഓടിച്ച് നടക്കൂലേ, ബൈക്ക് ഓടിക്കൂലേ, ആ സീൻ ഇതിലുണ്ട്. അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മാസ്റ്ററിന്ന് കോപ്പ അടിച്ച സീൻ ഷോക്കായിപ്പോയി. മീൻസ് അതിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ആ സീൻ എടുത്ത് എത്തിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡി ഏജിങ് എന്താണെന്ന് പഠിച്ചേക്ക് പെങ്കൽ പ്രഭു. ഇനി ഏതൊക്കെയാണ് ഇറങ്ങാനുള്ളത്? ഇനി ജാക്കി കാണണം. ജാക്കി കണ്ടിട്ട് വേണം എൻ്റെ റിവ്യൂ ഇടാൻ. എല്ലാവരും അത് പോൾ ചെയ്തിട്ടുണ്ട്, അതിനെയാണ് കൂടുതലും പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് എൻ്റെ റിവ്യൂ ചെയ്യണം. പിന്നെ ARM കാണണം. ഓണത്തിന് ARM ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒമർ ലുലു ഡയറക്റ്റ് ചെയ്യണ എന്താണ് ബാഡ് ബോയ്സ് ഇറങ്ങുന്നുണ്ട്. രണ്ടിനെ കട്ട വെയിറ്റിംഗ് ആണ്. കൂടുതൽ വെയിറ്റ് ചെയ്ത് ഞാൻ ചോദിച്ചാൽ ബാഡ് ബോയ്സിനെയാണ്. എന്തായാലും കാണണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റീമേക്ക് കമ്പാരിസൺ. പിന്നെ എല്ലാവരുടെ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും 100 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ മറ്റേ 70 നല്ല വില്ലൻസ് ഇൻ ബാഡ് മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അത് ലൈവായിട്ട് ഞാൻ ചെയ്യും. ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ പടം നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്തായാലും കണ്ടു നോക്കാം. ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്ട്രോളർ മൂവി മീഡിയ. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ഓസ്കസ്. ആൻഡ് ഒരു സാധനം കൂടിയുണ്ട്, ഒരു പാട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ചിലവരെ എയറിലിടും, എന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. റെഡി 3 2 1 ഗോ ടു സിനിമ ഗോട്ട് സിനിമ കാണുമ്പോൾ പോകുമ്പോൾ പോയി ഛർദിക്കരുത്. ഈ പാട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് പറയണുണ്ടോ ഗൈസ്? ടെലിഗ്രാം ചാനലിലോട് പറയാം. യൂട്യൂബിൽ കമൻറ്റ്സ് ഓൺ ചെയ്യാൻ നോക്കിയിട്ട് ശരിയായില്ല, എന്നാലും ശരിയാകുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും ഫുള്ളായിട്ടൊന്ന് എല്ലാവരും കാണാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ ഡെൽറ്റ ഓസ്കസ്.